നമസ്കാരം. ഈ പക വീട്ടാനുള്ളതാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഡിവൈഎഫ്ഐയുടെ പിള്ളർ നല്ല അന്തസ്സായിട്ട് ആ പണി ചെയ്തിട്ടുണ്ട്. ദൃശ്യം അങ്ങോട്ട് നോക്കിയേ. ഇന്ന് കേരളത്തിൽ വിതരണം ചെയ്ത പൊതിച്ചോറിന്റെ ദൃശ്യമാണ്. ക്രിമിനലിനെ ജയിലിൽ അടച്ചു എന്ന ഇന്ന് പുറത്തിറങ്ങിയ പത്രങ്ങളുടെ ക്യാപ്ഷൻ നാട്ടുകാരെ കൊണ്ട് വായിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് അവർ കേരളത്തിലെ ആശുപത്രികളിൽ കൊടുക്കുന്ന ആ ഭക്ഷണപ്പൊതി കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് സംഭവം എന്താണെന്ന് തിരയാൻ പ്രേരിപ്പിക്കുന്നത്. എന്താണ് കാര്യം എന്നല്ലേ? മാങ്ങാണ്ടി ഇതേ പൊതിച്ചോറിനെ ഒരു കാലത്ത് അധിക്ഷേപിച്ചിരുന്നു. എന്തെന്നല്ലേ? ഒന്ന് കേട്ടെ. അടക്കമുള്ള പൊതിച്ചോറിനെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്. കഴിഞ്ഞ 7 വർഷക്കാലമായി ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്ന ഏക സംഘടനാ പ്രവർത്തനം അതാണ്. ആ സംരംഭത്തിന്റെ പിന്നിലൂടെ നടക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള പ്രവണതകൾ എത്രമാത്രം ഉണ്ട് എന്ന് ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഡിവൈഎഫ്ഐക്കാർക്ക് ഇപ്പൊ ഞാനത് രാവിലെ ഒരു വേദിയിൽ പ്രസംഗിച്ചതിന് ശേഷം കുറെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ പ്രതികരണമായിട്ട് അതെ, അനാശാസ്യം ചെയ്തുകൊണ്ട് മാത്രം നടന്നവൻ, എല്ലില്ലാത്ത നാവ് ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ ചെറുപ്പങ്ങൾ ചെയ്തിരുന്ന ഒരു നന്മ പ്രവർത്തനത്തെയാണ് ഒരു നാൾ അധിക്ഷേപിച്ചത്. അത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളോ ചെയ്യുന്നില്ല, നമ്മളെ കൊണ്ടോ അത് ചെയ്യാൻ പറ്റില്ല, പിന്നെ എന്തുണ്ട്? നല്ലൊരു അലവലാതി നാവ് എനിക്കുണ്ട്. അതിനാണെങ്കിൽ എല്ലും ഇല്ല, ബെല്ലും ഇല്ല, ബ്രേക്കും ഇല്ല. ആർക്കെതിരെ എന്തും പറയാൻ എനിക്ക് നല്ല തൊലിക്കട്ടിയുണ്ട്. അത് മാത്രം വെച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ചെയ്തുകൊണ്ടിരിക്കുന്ന മാനുഷിക നന്മയുള്ള ഈ പ്രവൃത്തിയെ അധിക്ഷേപിച്ചത്. ആ അധിക്ഷേപിച്ചതിനുള്ള പക വീട്ടൽ ഒരിറ്റു ചോര പൊടിയാതെ ഒരുത്തനെ എങ്ങനെയാണ് അങ്ങ് കൊല ചെയ്യുക എന്നതിൻ്റെ തെളിവാണ് ആ കണ്ടത്. ഇന്ന് കേരളത്തിലെ ആശുപത്രികളിൽ കിട്ടുന്ന പൊതിച്ചോറിൽ കയ്യിൽ കിട്ടുമ്പോൾ എന്താണ് ചുവപ്പിലെ ആ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഒരുപോലെ എഴുതിയിരിക്കുന്നു എന്ന് കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യരെ കൊണ്ട് വായിപ്പിക്കുന്നുണ്ട്. അവരെ കൊണ്ട് അത് എന്താണെന്ന് അറിയിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നാട്ടിൽ എങ്ങനെയൊക്കെയാണ് മനോഹരമായി ചില കാര്യങ്ങളിൽ പക വീട്ടേണ്ടത് എന്നതിൻ്റെ ഒരു മനോഹര കാഴ്ചയാണ് ഡിവൈഎഫ്ഐ കാട്ടിത്തന്നത്. എന്തായാലും ചില കാര്യങ്ങൾ അതിന് പകരം ചോദിക്കുക തന്നെ വേണം. അങ്ങനെ പറഞ്ഞവനെ സമൂഹത്തിന്റെ മുന്നിൽ മാക്സിമം തുറന്നു കാട്ടേണ്ടതുണ്ട്. അനാശാസ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നടന്ന് ഈ നാട്ടിലെ ചെറുപ്പങ്ങളെ മുഴുവൻ വഴിതെറ്റിക്കുകയും രാഷ്ട്രീയത്തിൽ പുതിയ കാലഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയല്ല, റീൽസിലൂടെ ജീവിക്കുന്നവനാണ് മഹത്വരമെന്ന് പഠിപ്പിക്കുകയും ചെയ്തവൻ, അവന്റെ വീഴ്ച ആഘോഷിക്കണ്ടേ? ആഘോഷിക്കുന്നതിനോടൊപ്പം തന്നെ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യാണ്. അറിയാത്തവർ കൂടി കാര്യങ്ങൾ അറിയണം. വായിച്ചു നോക്കിയിട്ട് അവൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് അവർ മനസ്സിലാക്കണം. അതിനുവേണ്ടി ഒരുക്കിയ ഇന്നത്തെ ആ പൊതിച്ചോർ മാതൃകയുണ്ടല്ലോ, അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല. പക നല്ല ഉജ്ജ്വലമായും അന്തസ്സായി വീട്ടാൻ കാണിച്ച ആ പ്രവർത്തനത്തെ കൈയടിച്ച് അഭിനന്ദിക്കുക തന്നെയാണ്.